സ്വലാത്ത് പോലത്തെ ഒരു അമൽ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഒരു അമൽ കണ്ടിട്ടില്ല. അതൊരു രഹസ്യമാണ്, അത് റബ്ബിന്റെയും എന്റെയും ഇടയിലുള്ള രഹസ്യമാണ്. അത് പറയാൻ പറ്റൂല, അത് മറക്കപ്പെടേണ്ട രഹസ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 റഹ്മത്ത് ഇറങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. 70 റഹ്മത്ത് ഇറങ്ങും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ. ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 റഹ്മത്തിന് അവൻ അർഹനാവും. 70 സ്വലാത്ത് 70 റഹ്മത്ത് ഇറക്കും. ഭയങ്കര, ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും അതിന്റെ അപ്പുറത്തുണ്ട്. സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്തിന് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന അമലാണ് സ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ. സ്വലാത്തിന് ഞാനൊരു ഉപമ പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കരണ്ട് പോലെയാണ്. കരണ്ട് ഇതിലെത്തിയ വിളിച്ചോ, ഇതിലെത്തിയ വച്ചോ. കിണറ്റിലെ മോട്ടറിലെത്തിയാൽ വെള്ളം കയറും, ഫാനിലെത്തിയാൽ പറയും മനുഷ്യന്മാർ തിരിയും. അങ്ങനെ തന്നെയല്ലേ? ഒന്ന് മനസ്സിലാവേണ്ട പറഞ്ഞത്. കരണ്ട് പോലെയാ കരണ്ട് എന്ന് പറഞ്ഞ. കരണ്ട് എന്ന സാധനം എന്താ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകത? അത് ഇതിലെത്തിയാൽ വിളിച്ചോ, ഇതിലെത്തിയാലോ ശബ്ദവും. മുഅ്മിനീങ്ങളെ ചിന്തിക്കും. ഓരോ സ്ഥലത്തിനും ഓരോ ഫലമാണ്. ഇതുപോലെയാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. സ്വലാത്ത് ദായിമാക്കുന്ന മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അസ്സലാത്തു തുജ്ലിബുൽ അർസാഖ്, റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരാൻ സ്വലാത്തിന് കഴിയും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് പഠനം ബുദ്ധിമുട്ടായാൽ എന്റെ മാർഗം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. സ്വലാത്തില്ലാൽ തലച്ചോറ് ഓർക്കും. പരീക്ഷ എളുപ്പമാകും, പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ജോലിയില്ലാത്തവൻ സ്വലാത്ത് ചൊല്ലിയാൽ അവനോട് ബന്ധപ്പെട്ട ജോലിയിലേക്കും ഖൈറിലേക്കും എത്തിച്ചേരും. ജോലി അവൻ ആത്മാർത്ഥമായ ലക്ഷ്യമാണെങ്കിൽ. യു എയിൽ പോയ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യകാലത്ത് ഒരു പണിയിൽ ആയിരുന്നു, വളരെ കഷ്ടപ്പാടിലാവും പോലെ ശമ്പളവും. ഗൾഫിലെ പ്രധാനപ്പെട്ട യു എയിലെ പണ്ഡിതനായ അലിയുൽ ഹാഷിമി ജുമാക്ക് കൂടുന്ന പള്ളിയിലാണ് ഞാനും ജുമാ കൂടുക. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ഒന്ന് കണ്ടു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു. ജുമാ കഴിഞ്ഞ് എല്ലാവരും പോയി. അലിയുൽ ഹാഷിമിയെ ഞാൻ മെല്ലെ 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 സമീപിച്ചു. യു എയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അലിയുൽ ഹാഷിമി. അങ്ങനെ അലിയുൽ ഹാഷിമി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി പറഞ്ഞു, മഹാനവറുകളെ, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് ജോലിക്ക് വന്നതാണ്. ഇവിടെ ജോലി പ്രയാസമാണ്, ശമ്പളം കുറവാണ്. അപ്പൊ പറഞ്ഞു, കസീറ സ്വലാത്ത് അലൻ നബിയിൽ മുസ്തഫ. എന്ത് ചെയ്തോ റസൂലുള്ളാഹിക്ക് സ്വലാത്തിലേക്കോ. ഇന്ന് വലിയ നിഅമത്തുള്ള മനുഷ്യനാണ്. ഇന്ന് ഈ പറയപ്പെട്ട മനുഷ്യൻ ഗൾഫിലെ വലിയ നിഅമത്തുള്ള മനുഷ്യനാണ്. അള്ളാഹു നിഅമത്തിനെ കൂട്ടി കൊടുക്കട്ടെ. ഇന്നും പണിയ തന്നെ. അലിയുൽ ഹാഷിമി ജുമാക്ക് കൂടുന്ന പള്ളിയിലാണ് ജുമാ കൂടാറുള്ളത്. ഒരിക്കൽ സൗകര്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞ്, കുട്ടികളെ പോറ്റാൻ ഗത്യന്തരമില്ലാണ്, യു എയിൽ വന്നതാണ്, പണി കഷ്ടപ്പാടാണ്, ശമ്പളം കുറവാണ്. അപ്പോൾ അലിയുൽ ഹാഷിമിയുടെ മറുപടി, ഇത് പറഞ്ഞ ധനാഢ്യൻ ഇന്ന് മലബാറിലുണ്ട്, എന്റെ വകയല്ല. ഇതൊക്കെ ആരെ സാക്ഷി നിർത്തി തെളിയിക്കാൻ കഴിയും? ഉടനെ അദ്ദേഹം പറഞ്ഞ്, പ്രഗൽഭ പണ്ഡിതനായ അലിയുൽ ഹാഷിമി തങ്ങൾ പറഞ്ഞ്, മുസ്തഫ, ഈ ഒരു പണിയെടുക്കണ്ട, വേഗം ചെയ്യണ്ട. എന്താ
ഇങ്ങനെ എടുക്കേണ്ട പണിയെടുത്തോ, ഇനി എത്തിച്ചേരേണ്ടത് അള്ളയാണ്. അതിനെ ബാധ്യമാക്കുക. എന്റെ കസീർ സ്വലാത്ത് അല നബിയിൽ മുസ്തഫ. കസീർ കസീർ കഴിയുന്നത്ര പെരുപ്പിക്കുക. എന്ത് ഉറക്കെ പറ, എന്ത് സ്വലാത്ത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതാ ഞാൻ പറഞ്ഞ കരണ്ട് പോലെ. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ബെഡിൽ ലേബർ റൂമിൽ കിടക്കുന്ന പെണ്ണ് സ്വലാത്തിനെ പെരുപ്പിച്ചാലോ പ്രസവം അവരുടെ മേൽ എളുപ്പമാവും. പ്രസവം എളുപ്പമാവും. എത്രയോ മുജറബാമനാണ് ഈ പറയുന്നത്. എത്രയോ എനിക്കറിയാം, എത്രയോ അറിയാം. ആശുപത്രി കിടക്കയില് ലേബർ റൂമിലാണ് കയറ്റിയത്. എന്ത് ചെയ്യാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയില്ലാതെയായാൽ കുട്ടികൾ ഉണ്ടാകാൻ കസറത്തു സ്വലാത്തി അല നബിയിൽ മുസ്തഫ. കുട്ടിയെ പ്രസവിക്കാനോ കസറത്തു സ്വലാത്തി അല നബിയിൽ മുസ്തഫ. ജോലി കിട്ടാനോ കസറത്തു സ്വലാത്തി അല നബിയിൽ മുസ്തഫ. ജോലിയിൽ നേട്ടം വരാനോ കസറത്തു സ്വലാത്തി അല നബിയിൽ മുസ്തഫ. എന്തിനും സ്വലാത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ. വർക്കപ്പറ. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. എന്തും 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 മുഅ്മിനായ മനുഷ്യ, ദുനിയാവിലെ ഏത് കാര്യവും സ്വലാത്ത് കൊണ്ട് നേടാത്ത ഒരു കാര്യവും ഇല്ല. ഏത് കാര്യം, ആഖിറത്തിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. ഇവിടുന്ന് പോയിട്ട് വേണ്ടേ ആഖിറം പറയാൻ. ദുനിയാവിലെ ഏത് കാര്യവും സ്വലാത്ത് കൊണ്ട് നേടാത്ത ഒരു കാര്യമില്ല. നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു ഗൗരവമായ കാര്യം ചിന്തിക്കണം. മുസ്ലിം സമുദായം വളരെ ഭയാനകമായ പ്രതിസന്ധിയുടെ മുന്നിലാണ്. എന്താണ് പരിഹാരം? സ്വലാത്ത് അല നബിയിൽ മുസ്തഫ. അല്ലാഹു തആല നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. അല്ലാഹു പരിഹാരം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഇടപെട്ട് ഉണ്ടാക്കി തരണം. അതുണ്ടാക്കി തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കസറത്ത് സ്വലാത്തി അല നബിയിൽ മുസ്തഫ. ദീനിലേക്ക് മടങ്ങുക, ഈമാനിലേക്ക് മടങ്ങുക, ദീനിലേക്ക് മടങ്ങുക, ദീനിലേക്ക് കമ്മികളെ പരിഹരിക്കുക. പിന്നെന്ത് ചെയ്യുക? പിന്നെ കസറത്ത് സ്വലാത്തി അല നബിയിൽ മുസ്തഫ. ഹബീബിനെ സ്വലാത്ത് പരിഹരിച്ചു തരും, പരിഹരിക്കും. അല്ലാതെ പരിഹാരം ഉണ്ടാവില്ല. പരിഹാരം ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പരിഹാരം ഒന്നും ഉണ്ടാവും അത് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബുമായി തൊട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നബിയുടെ സന്തോഷം അല്ലാഹുവിന്റെ സന്തോഷമാണ്. നബിയുടെ സന്തോഷം കാവലാണ്. ദുഃഖിച്ചിരുന്നപ്പോൾ പുണ്യ റസൂലിനെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങിയ സൂറത്താണ് വന്നുഹ. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ സൂറത്ത് ഒരു മനുഷ്യൻ, ഒരു വീട്ടുകാരി മഗ്രിബിന് ശേഷം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഒരു വീട്ടിൽ ഓടിയാൽ ഫലാ യദ്ഖുലന്നഹു നാഹിബുൻ വലാ സായിഖുൻ. ആ രാത്രി കള്ളന്മാർക്ക് ആ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ട്? ദുഃഖിച്ചിരുന്ന നബിയെ സന്തോഷിപ്പിച്ച സൂറത്താണ് ഏത്? വല്ലാഹ്. ഒരു വീട്ടുകാരോടിയാൽ ആ വീട്ടുകാർക്ക് ആ രാത്രി ദുഃഖിക്കേണ്ടി വരില്ല. എന്തുകൊണ്ട്? അത് നബിയെ സന്തോഷിപ്പിച്ച സൂറത്താണ് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ചിന്തിക്കണം. നബിയുമായി ബന്ധപ്പെട്ട എല്ലാം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന് അല്ലാഹുവിന്റെ രഹസ്യമാണ്. അല്ലാഹുവിന്റെ രഹസ്യമാണ്. സിറാണ്. അല്ലാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ മതീലൻ. ഇതിന് പകരം അദീലൻ, ഇതിന് പകരമായി വേറൊരാളെ കാണാൻ കഴിയുകയില്ല.
അല്ലാഹുവിന്റെ രഹസ്യമാ മുഹമ്മദ് മുസ്തഫ. എല്ലാം രഹസ്യമാണ്. മുസ്തഫ നബിയുമായി ബന്ധപ്പെട്ട എല്ലാം രഹസ്യമാണ്. എല്ലാം രഹസ്യമാണ്. എല്ലാം സമൃദ്ധിയാണ്. എല്ലാം നേട്ടമാണ്. ചിന്തിക്ക്. തുർബത്തു ഖബറിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ മണ്ണാണ്. അഫ്ളു തുർബത്തിൽ അർളി, ഭൂമിയിലെ ഏറ്റവും സറഫാക്കപ്പെട്ട മണ്ണ്. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. ഉറക്കെ പറ, ഇമാമുന ശാഫിഈ. ആര് പറഞ്ഞു? അബൂ ഹനീഫ നുഅ്മാൻ അൽ കൂഫി. ആര് പറഞ്ഞു? അഹ്മദ് ബിൻ ഹംബൽ. ആര് പറഞ്ഞു? മാലിക് ബിൻ അനസ്. ബിത്തിഫാഖിൽ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ. നാല് ഇമാമിങ്ങൾക്കും തർക്കമില്ല. ചിന്തിക്കണം. ഈ ഭൂമിയിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട മണ്ണ് ഏതാ? ശറഫാക്കപ്പെട്ട മണ്ണ് പുണ്യ റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫിലെ മണ്ണാണ്. ഈ ഭൂമി കണ്ട ഏറ്റവും ശറഫാക്കപ്പെട്ട വെള്ളം സംസം വെള്ളമല്ല. സംസം വെള്ളം 2ാം നമ്പർ വെള്ളമാണ്. 2ാം നമ്പർ വെള്ളമാണ് സംസം വെള്ളം. ഏതാ 1ാം നമ്പർ വെള്ളം? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിൽ മുത്തബഅ യലിഹി മാഉ സംസം. അല്ലാഹു അതിന്റെ ശറഫ് നിലനിർത്തി തരട്ടെ. പക്ഷേ അത് 2ാം നമ്പർ വെള്ളമാണ്, 1ാം നമ്പർ വെള്ളമല്ല. ചിന്തിക്ക്. വെള്ളങ്ങളിൽ ഏറ്റവും നല്ല വെള്ളം എന്താ? മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവെള്ളയിൽ നിന്ന് വന്ന വെള്ളമുണ്ട്. പല സന്ദർഭങ്ങളിൽ വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. വെള്ളമില്ലാതെ ഇരിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി ആളുകൾ വിഷമിക്കുമ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ കൈ ഇങ്ങനെ കാട്ടും, വെള്ളം ഇങ്ങനെ വരും. ആ വെള്ളം സഹാബികൾ കുടിക്കുന്നു, അതിൽ അവർ കുളിക്കുന്നു, അവര് സൂക്ഷിച്ചു വെക്കുന്നു. എത്രയോ സംഭവങ്ങൾ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സമ്പത്തിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ ഒരു വെള്ളത്തിൽ പങ്കെടുത്ത ഒരു സംഭവത്തിൽ, ഹുദൈബിയയിലുണ്ടായ ഈ വെള്ളം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പിന്നീട് മഹാനായ സയ്യിദ്ന ജാബിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, കം കുന്തും ഫീ ദാലിക്കൽ യൗം, അന്ന് നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു, കുന്നാ 15 ഞങ്ങൾ 1500 ആളുകൾ ഉണ്ടായിരുന്നു. സുബഹി നിസ്കരിക്കാൻ വേണ്ടി വെള്ളമില്ലാതായപ്പോൾ ഉദു എടുക്കാനും മറ്റുമായിട്ട് റസൂലുള്ളാഹി കയ്യിൽ നിന്ന് വെള്ളം കൊണ്ടുവത്തി. എത്ര ആൾക്ക് പറയാം? എത്ര ആൾക്ക്? 1500 ആളുകൾക്ക്. ഇങ്ങനെ വന്നു, വെള്ളം ഇങ്ങനെ വന്നു. 1500 ആളുകൾ. വേറെയും ഘട്ടങ്ങളുണ്ട്, വേറെയുണ്ട്. വെള്ളത്തിൽ ഏറ്റവും നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളമാണ്. യലീഹു മാഉ സംസമിൻ, പിന്നെ അതിനടുത്ത സ്ഥാനമാണ് എന്തിന്റെ സ്ഥാനം? സംസം വെള്ളം. അത് നമുക്ക് കിട്ടിയിട്ടില്ല. ആ 1ാമത്തെ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? നമുക്ക് 1ാം വെള്ളം 2ാം വെള്ളമാണ്. എന്തുകൊണ്ട്? 1ാം വെള്ളം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമുക്ക് 1ാം വെള്ളം എന്നാൽ 2ാം വെള്ളമാണ്. 1ാം വെള്ളം ആർക്കേ കിട്ടിയിട്ടുള്ളൂ? പറയും കൂട്ടരെ, ആർക്കാ കിട്ടിയത്? അസ്ഹാബുൻ നബിയിൽ മുസ്തഫ. മനസ്സിലായില്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളൊരു പ്രതീക്ഷയാണ്, ആ കൗസറിന്റെ ആ വെള്ളം റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് കിട്ടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതല്ലാത്ത നമുക്കൊരു പരിഹാരമില്ല. അത് നമ്മളൊരു വലിയ ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? 1ാം വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് 2ാം വെള്ളമാണ് നമ്മൾ 1ാം വെള്ളം. മുത്ത് മുഹമ്മദ് മുസ്തഫ. അതെന്താണെങ്കിലും അത് റസൂലുള്ളാഹി തൊട്ട മണ്ണാണെങ്കിൽ ആ മണ്ണിന് പ്രത്യേകത, റസൂലുള്ളാഹി തൊട്ട വെള്ളമാണെങ്കിൽ വെള്ളത്തിന് പ്രത്യേകത. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഏതൊരു മനുഷ്യനും പേടിക്കണ്ട. സ്വലാത്ത് പെരുപ്പിച്ചോ. അസ്ബത്തുക്കും അല സിറാത്ത് അക്തറുക്കും അലയ്യ മിനസ്സലാത്ത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്ബത്തുക്കും അല സിറാത്തി, സിറാത്ത് പാലത്തിൽ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.